അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ആമുഖങ്ങളില്ലാതെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കടം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ് കടബാധ്യത എന്നുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടം എന്നുള്ളത് വലിയ പ്രശ്നമാണ്. മാത്രമല്ല, കടക്കാരനായി മരണപ്പെട്ടാൽ അത് വലിയൊരു തെറ്റുമാണ്. അതിന്റെ പേരിൽ നമുക്ക് പരലോകത്ത് ശിക്ഷ ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, യുദ്ധത്തിൽ രക്തസാക്ഷികളായ ശുഹദാക്കൾ സ്വർഗത്തിലാണ്. എന്നാൽ ആ ശുഹദാക്കൾ തന്നെ കടക്കാരനായിട്ടാണ് രക്തസാക്ഷിയാകുന്നെങ്കിൽ പോലും ആ കടം എന്നുള്ള വിഷയം അവിടെ അല്ലാഹു തആല തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ഗൗരവമാണ് കടബാധ്യത എന്നുള്ളത്. എങ്കിലും നമ്മുടെ ഈ കടങ്ങളൊക്കെ ഒഴിവാവാൻ, കടബാധ്യത പോലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് ചില ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട കടം ഒഴിവാകാനുള്ള പ്രധാനപ്പെട്ട ദിക്റുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മുക്കാത്തബ്, അതായത് മോചനപത്രം എഴുതപ്പെട്ട ഒരു അടിമയായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വലിയ പ്രയാസമാണ്, സാമ്പത്തികമായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഈ അടിമത്തത്തിൽ നിന്ന് മോചിതനാവണമെങ്കിൽ എൻ്റെ യജമാനന് ഞാൻ എത്ര പൈസ കൊടുക്കണം? പക്ഷേ ആ പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒരു പണവുമില്ല, സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വന്ന ആളോട് പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിനക്ക് ഒരു പർവ്വത സമാനം വലിയൊരു മല പോലെ കടമുണ്ടെങ്കിൽ പോലും ഈ ദിക്ർ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മുടെ ഈ കടങ്ങളൊക്കെ വീട്ടിത്തരുമെന്നുള്ള വലിയൊരു വിശ്വാസത്തോടു കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കടങ്ങളൊക്കെ വീടും, അതൊക്കെ ആ കടമുള്ള ആ ബാധ്യതകളൊക്കെ, പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വന്ന മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്ർ ഇതാണ്. അല്ലാഹുമ്മ ക്ഫിനി, നിങ്ങൾ സ്ക്രീൻ കാണുന്നത് പോലെ തന്നെ, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള ദിക്റാണ്. ആ ദിക്ർ എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. എന്നാൽ അല്ലാഹു തആല നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരുമെന്ന് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പർവ്വത സമാനം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ കടമാണെങ്കിൽ പോലും അല്ലാഹു തആല വീട്ടിൽ തരും. അല്ലാഹു തആല ആ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിന്റെ റിപ്പോർട്ട് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ എന്ന് പറയുന്ന ആ ഒരു ദിക്റും ഒരാൾ എപ്പോഴും പതിവാക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവന്റെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കും. അല്ലാഹു തആല പ്രയാസങ്ങളിലൊക്കെ അവനെ രക്ഷപ്പെടുത്തുമെന്ന് ഹദീസ് നമുക്ക് കാണാം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ദിക്റുകൾ കടമുള്ള, പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള ആളുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ കടബാധ്യതയെ പേടിക്കുന്ന ആളുകൾ ഈ ദിക്റുകൾ എപ്പോഴും പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ, കടബാധ്യതയാവട്ടെ, മറ്റുള്ള ഏത് പ്രയാസങ്ങളാവട്ടെ, ഏത് പരീക്ഷണങ്ങളാവട്ടെ, അല്ലാഹു തആല നമ്മെ ഇവരെയും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.